നമസ്കാരം, ഞാൻ അറ്റേൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേമദ്രുമ യോഗം. അതായത് ഓരോ ആൾക്കാരും ചോദിക്കുകയാണ് ഓരോ യോഗങ്ങളെ കുറിച്ച് പറയാമോ, കമൻസിൽ വന്നതാണ്. അപ്പോൾ ഞാൻ നേരെ മുന്നേയൊക്കെ ഞാൻ ഈ ഗജകേശ യോഗം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, പഞ്ചമക പുരുഷ യോഗം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പരിവർത്തന യോഗഫലം പറഞ്ഞിട്ടുണ്ട്, നീചഭംഗരാജ യോഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം കേമദ്രുമ യോഗം. അപ്പം നമുക്ക് ഈ ജ്യോതിഷത്തിൽ പറയുന്നത് ഏതൊരു യോഗവും യോഗമെന്നേ പറയുള്ളൂ, അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും. ഇപ്പം ശരളയോഗം എന്ന് ഉദ്ദേശിക്കുന്നത് 8ാം ഭാവാധിപൻ, ഏത് ലഗ്നമാണെങ്കിലും 8ാം ഭാവാധിപൻ 8ൽ സഞ്ചരിക്കുന്നത് ശരളയോഗം. അപ്പം ദീർഘായുസാണ് അതിൻ്റെ ഉദ്ദേശം. അതുപോലെ കേമദ്രുമ യോഗം എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു യോഗമാണ്. ഇപ്പൊ കേസരി മുറ്റത്ത് കേമദ്രുമം വളരുകയില്ല, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതെന്താണ്? അതായത് ചന്ദ്രന്റെ ഇരുപുറവും പാപഗ്രഹം സ്ഥിതി ചെയ്യുക, അല്ലെങ്കിൽ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ഗ്രഹങ്ങളില്ലാതിരിക്കുക. ഇങ്ങനെ വരുമ്പോഴാണ് കേമദ്രുമ യോഗം സംഭവിക്കുന്നത്. അപ്പൊ കേസരി മുറ്റത്ത് കേമദ്രുമം വളരുകയില്ല എന്ന് വെച്ചാൽ അർത്ഥം പക്ഷബലമുള്ള ചന്ദ്രന് കൂടെ ഗുരു സഞ്ചരിക്കുമ്പോൾ ഈ ഫലം നടക്കില്ല. അപ്പം ചന്ദ്രന്റെ 7, 4, 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം വേണം. അതിപ്പോൾ ശുക്രനാവാം, ബുധനാവാം, ഗുരു ആവാം. പാപഗ്രഹം പാടില്ല. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗജകേശ്വരി യോഗം. അപ്പൊ ചന്ദ്രന്റെ 4, 7, 10 ചന്ദ്രൻ വന്നാലും 6, 8 അല്ലെങ്കിൽ രാശിക്ക് ഇരുപുറവും പാപഗ്രഹം വന്നാലും ഇതിന് ഭംഗം സംഭവിക്കും. ഇതാണ് കേമദ്രുമ യോഗം. ഇതിപ്പോൾ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഫലങ്ങൾ നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടുള്ള ഫലങ്ങൾ വേറെയും ഉണ്ട്. ചന്ദ്രനൊരു പക്ഷഫലം വേണം ഒരു വർക്കൗട്ട് ആവണമെങ്കിൽ. അതായത് ഇപ്പം കേസരി യോഗം പറയുന്നു, ഗുരുചന്ദ്ര യോഗം പറയുന്നു, അതാണ് കേസരി യോഗം. ഗജകേസരി യോഗം എന്ന് പറയുന്നത് ചന്ദ്രന്റെ 4, 7, 10 ഗുരുവിന്റെ സഞ്ചാരം, ശുക്രന് സഞ്ചരിക്കാമെന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പം അതാണ് നമുക്ക് ഗജകേസരി യോഗത്തിന്റെ ഫലം. എന്നാൽ ചന്ദ്രൻ പക്ഷഫലം വേണം. അപ്പൊ പക്ഷഫലം എന്ന് പറയുമ്പോൾ അമാവാസ കഴിഞ്ഞ് പഞ്ചമി മുതൽ, ചില ആചാര്യന്മാർ പറയുന്നില്ല അമാവാസി പഞ്ചമി അല്ല സപ്തമി മുതലാണെന്ന് പറയുന്നു. എന്നാലും നമുക്ക് പഞ്ചമി കൂട്ടാം. അമാവാസ കഴിഞ്ഞുള്ള പഞ്ചമി മുതൽ പൗർണമി കഴിഞ്ഞുള്ള പഞ്ചമി വരെയാണ് ഈ ചന്ദ്രന്റെ ബലം കൂടുന്നത്. അപ്പൊ പൗർണമി കഴിഞ്ഞാൽ 5 ദിവസം ചന്ദ്രന്റെ ബലം കാണും. ആ സമയം ജനിക്കുന്നവർക്കാണ് ഈ 7ലോ 10ലോ 4ലോ ഗുരു വന്നു കഴിഞ്ഞാൽ ഗജകേസരി യോഗം പറയുന്നത്. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ, കേമദ്രുമ യോഗം കേസരി മുറ്റത്ത്. അപ്പം കേസരി മുറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ 2ലോ രാശിക്ക് 2ലോ 12ലോ പാപഗ്രഹം നിൽക്കുകയോ 6ലോ 8ലോ പാപഗ്രഹം നിൽക്കുകയോ ചെയ്താൽ കേസരി മുറ്റത്ത് കേമദ്രുമം വളരുകയില്ല. ശുഭമസ്തു. Thank you.